CPIനും CPMനും മുട്ടൻ പണിയായി പുറത്തു വന്നിരിക്കുകയാണ് കട്ടൻ ചായയും പരിപ്പുവടയും ആത്മകഥാ വിവാദം. ഇന്നലെ രാത്രി തന്നെ DC ബുക്സ് അവരുടെ പേജിൽ EPയുടെ ആത്മകഥ വരുന്ന വിവരം പരസ്യപ്പെടുത്തിയിരുന്നു. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസത്തിന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ മുഖചിത്രം വരെ നൽകിയിരുന്നു. EPയെ ടാഗ് ചെയ്തായിരുന്നു അറിയിപ്പ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ലെന്നാണ് പുറത്തുവന്ന ആത്മകഥയുടെ ഭാഗങ്ങളിലെ വിമർശനം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് മറ്റൊരു വിമർശനം. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി P സരിൻ വയ്യാവേലിയാകുമെന്നും പരാമർശമുണ്ട്. പുറത്തുവന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റേതല്ല, താൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ എന്നായിരുന്നു EPയുടെ മറുപടി. എന്നാൽ ഇന്നത്തെ പ്രസിദ്ധീകരണം മാറ്റിയെന്നറിയിച്ച DC ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചിട്ടില്ല. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റേതെന്ന പേരിൽ പുറത്തിറങ്ങിയ ആത്മകഥയിൽ ഗുരുതര പരാമർശങ്ങൾ. BJP നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടത് BJPയിൽ ചേരാനുള്ള ചർച്ചയുടെ ഭാഗമാണെന്ന് വരുത്തി തീർത്തതിനു പിന്നിൽ ശോഭാ സുരേന്ദ്രനാണെന്നാണ് ആത്മകഥയായി പ്രചരിക്കുന്ന പുസ്തക ഭാഗങ്ങളിലുള്ളത്. പ്രചരിക്കുന്നത് തന്റെ ആത്മകഥയല്ല എന്നാണ് EPയുടെ വിശദീകരണം. ആത്മകഥാ വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകി EP ജയരാജൻ. തന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ വ്യാജമാണെന്ന് ജയരാജൻ പരാതിയിൽ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വാർത്ത വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ആത്മകഥയിലെ ഭാഗം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വന്ന ഭാഗം വ്യാജമാണ്. വ്യാജരേഖ, ഗൂഢാലോചന എന്നിവ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ജയരാജൻ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജൻ പറയുന്നതാണ് പാർട്ടി മുഖവിലക്കെടുക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുസ്തകം എഴുതിയിട്ടില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. വിവാദം അദ്ദേഹത്തിന്റെ അറിവോടെയല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുകയാണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുൻ LDF കൺവീനറും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള സർക്കാരിനെ കുറിച്ച് CPIM പ്രവർത്തകർക്ക് പറയാനുള്ളതാണ് EP ജയരാജന്റെ വാക്കിലൂടെ പുറത്തുവന്നത്. BJPയിലേക്ക് പോയ ഒരാളെ CPIM സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള കലാപമാണ് പുറത്തായത്. DC ബുക്സ് പോലുള്ള ഒരു പ്രസാധകർക്ക് ആകാശത്തു നിന്ന് ആത്മകഥ എഴുതാൻ പറ്റുമോ എന്നും VD സതീശൻ ചോദിച്ചു. EP കൊടുത്തതിനേക്കാൾ നല്ല സർട്ടിഫിക്കറ്റ് പാലക്കാട് ഇടത് സ്ഥാനാർത്ഥിക്ക് ഇനി നൽകാനില്ലെന്നും VD സതീശൻ പ്രതികരിച്ചു. ചേലക്കരയും വയനാടും വിധി നിർണയിച്ചു കഴിഞ്ഞു. രാവിലെ ഉയർന്നു നിന്ന പോളിംഗ് ശതമാനം ഉച്ചയോടെ മന്ദഗതിയിലായിരുന്നു. എന്നാൽ വൈകുന്നേരത്തോടെ വീണ്ടും പോളിംഗ് നിരക്ക് വർദ്ധിച്ചിരുന്നു. സ്ഥാനാർത്ഥികളായ പ്രിയങ്ക ഗാന്ധി, സത്യൻ മൊഗേരി, നവ്യ ഹരിദാസ് എന്നിവർ വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു. ചേലക്കരയിലെ സ്ഥാനാർത്ഥികളായ UR പ്രദീപ്, രമ്യ ഹരിദാസ്, K ബാലകൃഷ്ണൻ എന്നിവരും ബൂത്തുകളിൽ എത്തിയിരുന്നു. കൊടകര കുഴൽപ്പണക്കേസ് 8 അംഗ സംഘം അന്വേഷിക്കും. തൃശൂർ DIG തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിലുള്ള സംഘത്തിന്റെ തലവൻ കൊച്ചി DCP സുദർശനാണ്. മുൻപ് കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ഇരിങ്ങാലക്കുട DYSP VK രാജുവും കൊടകര SHO വലപ്പാട് SI എന്നിവരും 8 അംഗ സംഘത്തിലുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേള സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 3 അംഗ സമിതിയെ നിയോഗിച്ചു. മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. ശബരിമല മേഖലയിൽ നാളെ മുതലുള്ള കാലാവസ്ഥാ പ്രവചനവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ പുറത്തിറക്കി. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് ബുള്ളറ്റിൻ പുറത്തിറക്കുന്നത്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിങ്ങനെ 3 സ്ഥലങ്ങളിലെയും കാലാവസ്ഥാ മുന്നറിയിപ്പ് വെബ്സൈറ്റിലുണ്ട്. ഇന്നും നാളെയും 3 സ്ഥലങ്ങളിലും കനത്ത മഴ പെയ്യുമെന്നാണ് പ്രവചനം. താൽക്കാലിക സംവിധാനങ്ങൾ സ്ഥാപിച്ചതിനു ശേഷം 3 മണിക്കൂർ ഇടവേളകളിൽ മുന്നറിയിപ്പ് അപ്ഡേറ്റ് ചെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ഡയറക്ടർ നീത K ഗോപാൽ അറിയിച്ചു. വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായ മാട്ടുപ്പെട്ടി അണക്കെട്ടിലേക്ക് സീപ്ലെയിൻ സർവീസ് നടത്താനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മൃഗസ്നേഹികളുടെ സംഘടന. 4 വർഷ ബിരുദ കോഴ്സുകൾ മറയാക്കി കേരള കാലിക്കറ്റ് സർവകലാശാലകൾ ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടിയെന്നാരോപിച്ച് KSU പ്രതിഷേധം ശക്തമാക്കുന്നു. സമരപരിപാടികളുടെ ഭാഗമായി നാളെ കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിപ്പ് മുടക്കി സമരം നടത്തുമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. അടിക്കടിയുള്ള 108 ആംബുലൻസ് ജീവനക്കാരുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയം സർക്കാർ ഇടപെട്ട് ഉടൻ പരിഹരിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ഇടക്കാല ഉത്തരവ്. പ്രശ്നം കരാർ നൽകിയിരിക്കുന്ന സ്ഥാപനവും കരാർ എടുത്തിരിക്കുന്ന ഏജൻസിയും തൊഴിലാളികളും തമ്മിലുള്ള ഒരു തർക്കമായി മാത്രം വിടാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ വിഷയം അടിയന്തര ആംബുലൻസ് സേവനങ്ങളെയും പൊതുജനങ്ങളെയും ബാധിക്കുന്നതാണെന്ന് കോടതി വിലയിരുത്തി. കുടിയാട്ട കുലപതി പാണിവാദ തിലകൻ പത്മശ്രീ PK നാരായണൻ നമ്പ്യാരുടെ 1ാം ചരമവാർഷികാനുസ്മരണം നവംബർ 14, 15, 16
16, 17 എന്നീ 4 ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ, ശില്പശാലകൾ എന്നിവയോടെ അവതരിപ്പിക്കുന്നു. മാണി ഗുരുകുലം നാട്യശാലയിൽ നടക്കുന്ന പരിപാടിയിൽ നമ്പ്യാരെക്കുറിച്ച് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ രാജേഷ് തില്ലങ്കേരി സംവിധാനം ചെയ്ത മിഴാവ് ഡോക്യുമെന്ററിയുടെ ആദ്യ പ്രദർശനവും നടക്കും. കൂടാതെ ചാലിയാർ കൂത്ത്, കഥകളി, പദകച്ചേരി, മോഹിനിയാട്ടം, അക്ഷരശ്ലോക സദസ്സ്, തിരുവാതിരക്കളി തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങളും അരങ്ങേറും. തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിലായി കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നു മുതൽ നവംബർ 17 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പുണ്ട്. ജാർഖണ്ഡ് നിയമസഭയിലേക്കുള്ള ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ ഉച്ചവരെ 46% പോളിംഗ്. റാഞ്ചിയിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ MS ധോണി ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തി. ബംഗാളിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൊല്ലപ്പെട്ടു. നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ നൈഗാട്ടി മണ്ഡലത്തിൽ ജഗദ്ദാലിലുണ്ടായ വെടിവെപ്പിലാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അശോക് സാവു കൊല്ലപ്പെട്ടത്. വെടിവെപ്പിന് പിന്നാലെ അശോകിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജാർഖണ്ഡ് നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിൽ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കിയത് മുൻ മുഖ്യമന്ത്രി ചമ്പായ് സൊറൻ മത്സരിക്കുന്ന സെരായ്കലയിൽ. ജാർഖണ്ഡ് മുക്തി മോർച്ച വിട്ട് BJPയിൽ ചേർന്ന ചമ്പായ് സോറനാണ് NDA സഖ്യത്തിന്റെ തുറുപ്പുചീട്ട്. സെരായ്കലയിൽ ചമ്പായ് സോറനെതിരെ മത്സരിക്കുന്നത് JMMന്റെ ഗണേഷ് മഹാലിയാണ്. ആരെതിർത്താലും വഖഫ് ബിൽ പാസാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ക്ഷേത്രങ്ങളുടെയും ഗ്രാമീണരുടെയും ഭൂമി വഖഫ് ബോർഡ് തട്ടിയെടുക്കുന്നുവെന്നും മാറ്റത്തിന് സമയമായെന്നും അദ്ദേഹം പറഞ്ഞു. ഏകവ്യക്തി നിയമം നടപ്പിലാക്കുന്നതിനെയും ആർക്കും തടയാനാവില്ലെന്നും ആദിവാസികളെ ഇതിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ഫോക്സ് ന്യൂസ് അവതാരകൻ പീറ്റ് ഹെഗ്സ്റ്റിനെ പ്രതിരോധ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത US നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിരോധ സെക്രട്ടറി നിയമനത്തിലെ പരമ്പരാഗത കീഴ്വഴക്കങ്ങളെ കാറ്റിൽ പറത്തിയാണ് പീറ്റിന്റെ നിയമനം. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള പീറ്റിന്റെ അനുഭവജ്ഞാനം സൈന്യത്തിന് കരുത്താകുമെന്ന് ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞു. ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹാർവേക്ക് 2024 ബുക്കർ പുരസ്കാരം. ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ യാത്രികരുടെ കഥയാണ് പുസ്തകം പറയുന്നത്. ലോകകപ്പ് ഫുട്ബോളിന് ശേഷം ഖത്തറിലെ കാൽപന്ത് പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പന നാളെ ആരംഭിക്കും. വിനീഷ്യസ് ജൂനിയറും കിലിയൻ എംബാപ്പയും ഉൾപ്പെടെ സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന റയൽ മാഡ്രിഡും വിവിധ വൻനിരകളിലെ ജേതാക്കളായ ക്ലബ്ബുകളും മാറ്റുരയ്ക്കുന്ന ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഡിസംബർ 11, 14, 18 തീയതികളിലാണ് ഖത്തറിൽ വേദിയൊരുക്കുന്നത്.